അസ്സലാമലൈക്കും കൂട്ടുകാരെ. അങ്ങനെ ഞാനിന്ന് വന്നത് ഒരു കുട്ടി മിനി വ്ളോഗുമായിട്ടാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്താൽ ഒരു സമാധാനമാണ്. അവയ്ക്കൊക്കെ ദാഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നലാണ്. അപ്പോൾ എല്ലാത്തിനും വെള്ളം കൊടുത്ത് നനച്ച് എല്ലാത്തിനെയും ഒന്ന് ചെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ബാക്കി പണിക്ക് നിൽക്കും. ഒന്ന് മുറ്റത്ത് പോയിട്ട് നമ്മൾ കുഴിച്ചിട്ട ചെടികളും അതുപോലെ കൃഷികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതും കഴിഞ്ഞ് വീടൊന്ന് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ക്ലീനിങ് ആണ്. അങ്ങനെ അലക്കിയതൊക്കെ മടക്കി വെക്കാണ്. അലക്കിയത് ഞങ്ങൾ അന്നന്ന് ഓരോ ദിവസം എടുക്കാറില്ല. പിറ്റേ ദിവസം ആറിടുമ്പോഴാണ് ഞങ്ങൾ തലേന്ന് ആറിയിട്ടത് എടുക്കാറ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സ് അൾമാരയിൽ വെക്കുമ്പോൾ ഇതുപോലെയാണ് മടക്കി വെക്കാറ്. റോള് ചെയ്യാണ് ചെയ്യാറ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് വെക്കാനും സ്പേസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് എടുക്കേണ്ട ഡ്രസ്സ് ഏതാണെന്ന് വേഗം നമുക്ക് കാണുകയും പെട്ടെന്ന് തന്നെ അത് എടുക്കാനും പറ്റും. അല്ലാണ്ട് നമ്മൾ അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മേലേന്ന് ഫുള്ളായിട്ടിങ്ങ് ഉരുണ്ടിങ്ങ് വീഴും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ ഞാൻ മടക്കി വെച്ചപ്പോൾ ഒന്ന് നോക്കിയതാണ്. നല്ല സുഖമാണ് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ മടക്കി വെച്ചാൽ ചെറിയൊരു സ്പേസിൽ ഒരുപാട് ഡ്രസ്സ് നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് കഴിയൂട്ടാ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് കവറുകൾ ഉണ്ടായിരുന്നു. കവർ ഞാൻ മടക്കി വെക്കാറ് ഇങ്ങനെയാണ്. രണ്ട് വശത്തോട്ടായിട്ട് മടക്കിയിട്ട് അതിങ്ങനെ ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലാക്കി വെച്ചാൽ ആ ഒരു കവർ പിന്നെ അവിടുന്ന് അനങ്ങില്ല. നമുക്ക് എവിടെയും നല്ലോണം ഒതുക്കി വെക്കാൻ കഴിയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂം ക്ലീൻ ചെയ്യാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടിപ്പിരിച്ച് നല്ല വൃത്തിയിൽ പിരിച്ചിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. ഒരു റൂം ക്ലീൻ ആക്കാൻ എടുക്കുമ്പോൾ വേറെ റൂമിലോട്ടേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ റൂം ലാസ്റ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ സൈഡ് ഭാഗം നല്ല രീതിയിലായിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് പിരിക്കുന്നത്. ഈ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. കാരണം നമുക്ക് ബ്രഷ് പല്ല് തേക്കാനും മാത്രമല്ല, ബ്രഷ് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉപയോഗിക്കാം. കാലിൻ്റെ നഖമൊക്കെ തേച്ച് കഴുകാനായിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കട്ടോ. നമ്മൾ ഒരു റൂം ക്ലീൻ ആക്കുമ്പോൾ പകുതി വെച്ച് മറ്റേ റൂമിൽ പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ രണ്ട് റൂമും ക്ലീൻ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു റൂം ക്ലീൻ ആക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു റൂം ഡീപ്പായിട്ട് മൊത്തം മടക്കി പെറുക്കി ഒതുക്കി വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം മറ്റേ റൂമിലോട്ട് പോവുക. അങ്ങനെ ഞാനിവിടെ കണ്ണാടീൻ്റെ ഭാഗമൊക്കെ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അടിച്ചും വാരുന്നുണ്ട്. അടിച്ച് വാരുമ്പോൾ നമ്മൾ കട്ടിൻ്റെ ഉള്ളുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ളൊക്കെ അടിച്ച് വാരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മേലെ കാണുന്ന ഭാഗം മാത്രം ക്ലിയർ ആക്കിയിട്ട് ഇങ്ങ് പോരരുത്. ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡൊക്കെ ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് ആക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നല്ല ഭംഗിയുണ്ടാവും. അതുമെല്ലാം പൊടികളൊക്കെ പോയി കിട്ടും. എല്ലാ സ്വിച്ച് ബോർഡും ഇടയ്ക്കൊക്കെ നമ്മൾ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ കച്ചറ കെട്ടിക്കിടക്കും. അടിച്ച് വാരുമ്പോൾ നമ്മൾ ചൂല് കൊണ്ട് ഇതുപോലെ ഡോറിൻ്റെ സൈഡിലും വീടിൻ്റെ ഓരോരോ കർട്ടൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചൂലൊന്ന് പൊന്തിച്ചിട്ട് ഇടയ്ക്കൊന്ന് അടിച്ച് വാരണം. അല്ലെങ്കിൽ അവിടെയൊക്കെ വണ്ണാമ്പിലൊക്കെ കെട്ടിക്കിടക്കും. നമ്മൾ വെറുതെ അടിച്ചിങ്ങ് പോരരുത്. ഡീപ്പായിട്ട് തന്നെ അടിക്കണം ദിവസവും അടിക്കുമ്പോൾ. അടിച്ച് വാരി കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ചൂലിന് വേണ്ടി ഈർക്കിളി എടുക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനും കൂടി ഒന്ന് സഹായിച്ച് കൊടുത്തു. ഈ ഒരു ഓല കണ്ടപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഇതിനെ കൊണ്ട് തയ്യാറാക്കലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കണ്ണട തയ്യാറാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ അതും കഴിഞ്ഞ് ലാസ്റ്റ് ബാക്കിയുള്ള ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി വാഷ് ബേസിൽ കുറച്ച് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷും ഉപയോഗിച്ചിട്ട് വെള്ളവും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് നല്ലോണം അത് കഴുകി എടുക്കുന്നുണ്ട്. ഈ ഒരു ടോയ്ലറ്റ് ക്ലീനറും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി എടുത്താൽ വാഷ് ബേസ് വെള്ള വാഷ് ബേസ് ആണെങ്കിൽ വെട്ടി തിളങ്ങൂട്ട എല്ലാ കറയും പോയി കിട്ടും. നമ്മുടെ വീട് എപ്പോഴും നമ്മൾ നീറ്റാക്കി വെക്കണം. നമുക്ക് ഇപ്പോൾ ജോലി ചെയ്യാനായിട്ട് മടി തോന്നുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിലും മടക്കി പെറുക്കി വെക്കുകയും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുകയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും വരുമ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിയുള്ള വീടാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ കിടക്കാനൊക്കെ വയ്യായി വരുമ്പോൾ. അല്ലാതെ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ വരുന്നവർ വിചാരിക്കും ഇവിടെ ഒരു വൃത്തിയില്ലാത്ത വീട് എന്ന് വിചാരിക്കും. വാഷ് ബേസ് കണ്ടാൽ നല്ല തിളക്കയില്ലേ? നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ക്ലീൻ ആക്കാത്ത ദിവസമായിരിക്കും വിരുന്നുകാരൊക്കെ വരുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പിടാമെന്നും വിചാരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് നോമ്പായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ പണിയൊന്നും നോക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മ ചൂലുണ്ടാക്കാനും കുത്തിയിരുന്നു, ഞാൻ ക്ലീൻ ആക്കാനും വേണ്ടിയും ഇറങ്ങി. അങ്ങനെ ഞാനിവിടെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ
ഡോക്ടർ വാഷും കുറച്ച് തുടക്കുന്ന ലിക്വിഡും ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. തറ തുടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കട്ടിലിനൊക്കെ ഉള്ളുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ നമ്മൾ എത്തുന്ന ഭാഗത്തൊക്കെ ഈ ഒരു മോപ്പ് ഇട്ടിട്ട് തുടച്ചെടുക്കണം. അല്ലാണ്ട് നമ്മൾ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അരുമുല ഒന്നും തുടക്കാണ്ട് നമ്മൾ നടുക്ക ഭാഗത്ത് മാത്രം ഒന്ന് തുടച്ചിങ്ങ് പോന്നാൽ കാണാൻ തുടച്ചൊരു നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും നല്ല രീതിയിൽ തുടച്ചെടുക്കുക. നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തിളക്കം ഉണ്ടാവും വീട്ടിന്. അങ്ങനെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക. കുളിയും നനയും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ടയർ 10 ചുടുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൽ പെടുത്തിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു ടയർ 10 എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം എന്നും അതുപോലെ നമുക്ക് തുണി വെച്ച് അരിയൊന്നും മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് 10 ചുടാൻ പറ്റുന്ന ടിപ്സ് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.